കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. ഈ കവനൻ്റ് ആൻഡ് നീതി പൈതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നീതി പൈതലെന്ന് ചിലപ്പോൾ കേട്ട് കാണത്തില്ലായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോസ്ന ആൻ്റണി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളാണ് ഈ നീതി പൈതൽ പറയണത് ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ സാക്ഷ്യമൊന്നുമല്ല. ആൾക്കാരൊക്കെ ഈ കവനൻ്റെ തലക്കടിച്ചിട്ട് ദൈവമായിട്ട് ജീവിച്ചിട്ട് മാതാവിൻ്റെ അറ്റപ്പറ്റ ജ്ഞാനത്തിലേക്കാണ് ഈ ആൾക്കാർ പോണത്. നീതി പൈതൽ ഇവൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവളെ നീതി പൈതലും ദൈവം വിളിക്കാൻ കാരണം ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഇവിടെ മെഡിക്കലിന് ഫിറ്റല്ല ആളെ, അതാണ് പ്രശ്നം. മെഡിക്കലിന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനൊരു വളവുണ്ട്, എക്സ്റേയിലും ആ വളവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇനി ഇവൾക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ 3ാമത്തെ മെഡിക്കൽ വരണം. ആ മെഡിക്കലിന് പോകാൻ നേരത്ത് ജോസ്ന ആൻ്റണി പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഈ വേൾഡിലി ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് ആധ്യാത്മികത ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ജോസ്ന മെഡിക്കലിൽ നിൽക്കുകയാണ്. അവളുടെ ലൈഫ് ഒന്നെങ്കിൽ സ്ഥലം നോയാകാൻ പോവുകയും, ഒന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ട് കയറിപ്പോവും, അല്ലെങ്കിൽ ഇതിനാലെ അവളുടെ ജീവിതം ഒടുങ്ങും. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ തോക്കും, ഞാൻ ഔട്ടാകും. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ ജയിക്കും, ഞാൻ കയറിപ്പോകും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിലൊരു ധാരണ വേണം. ഞാൻ നേരത്തെ ഒപ്പിട്ട് തരികയും ഞാൻ തോറ്റാലും ജയിച്ചാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇതാണ് കവനൻ്റെ റിലേഷനിൽ കയറിപ്പോണത്. അവരുടെ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ബെനഫിറ്റ്സുമായിട്ട് ആണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യൻ ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ബെനഫിറ്റ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ ആനുകൂല്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിനെ ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന തൊടൽ ഇവിടെ പൊട്ടിച്ച് കളയും. മെഡിക്കലിൽ നിൽക്കുകയാണ്, കർത്താവ് എൻ്റെ ഒരു ബോഡി വളവുണ്ടെന്ന് എനിക്കറിയാം, ഐ നോ ഇറ്റ്. എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് എനിക്കറിയാം, ആ മെഡിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. എൻ്റെ എക്സ്റേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കയറിപ്പോയിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷെ ഞാൻ മെഡിക്കലിനെ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും.
പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ധാരണ വേണം. എന്താണ്? ഞാൻ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും. കാര്യം ഇതിനെന്ന് വെച്ചാൽ ഒരു 10-75 മാർക്കുണ്ട് ഈ ഒറ്റ ഉത്തരത്തിന്. ഒറ്റ ഉത്തരത്തിന് 75 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നേരത്തെ പറയുകയാണ്, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ ജീവിതത്തിൽ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കുന്നതല്ല. ആ റിലേഷൻ പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉടമ്പടി കാലത്തിനുള്ളിൽ ഈശോയുമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഇവർ നല്ലൊരു റിലേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് ഇവർ എപ്പോഴും ഈശോയോട് പറഞ്ഞു, ഈശോ ഉടമ്പടി നിയോഗം നീ തന്നെയാണെന്ന് പറയും. അതാണ് വിഷയം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇവർ ചെന്നായിരുന്നു. എന്താ പറയണത്? എന്താ പറയുക? ഈശോ ഉടമ്പടിയുടെ നിയോഗം, എൻ്റെ നിയോഗം നീ തന്നെയാണ്, ബാക്കിയെല്ലാം ഇഫക്ട്സ് ആണ് എൻ്റെ. ബാക്കിയുള്ള ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം നീ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐ ആം ഹാപ്പി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി. കാര്യം എന്താണ്? എൻ്റെ നിയോഗം നീയാണെന്ന്. ദൈവസ്നേഹമാണ്. അത് പരിശുദ്ധാത്മ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു ജ്ഞാനമായിട്ട് വരണത്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അതുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി എൻ്റെ മക്കൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ച് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുവാനും അത് എല്ലാം നഷ്ടപ്പെട്ടു, അത് നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നേടിയ പോലുള്ള ആന്തരിക ജ്ഞാനത്താൽ ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവൾക്ക് കുവൈറ്റിലോ ബഹ്റൈനിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മെഡിക്കൽ ഞാൻ തോക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ചാണ് അവൾ ചിന്തിക്കണത്. സാധാരണ മെഡിക്കൽ തോറ്റുള്ള ആൾക്കാർ നഷ്ടങ്ങളെക്കുറിച്ചല്ലേ ചിന്തിക്കത്തുള്ളൂ. ഏജൻറ്റിന് കാശ് കൊടുത്തു പോയി, ഇനി അയാളതെ കൊണ്ട് മുങ്ങുക, ഇനി അത് തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ ആണാ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവർ ചിന്തിക്കണം അങ്ങനെയല്ലേ. ഇവർ പറയണത്, ഈശോ ഈ മെഡിക്കൽ തോറ്റാൽ എനിക്കൊരു ലാഭമുണ്ട്. എന്താ കാര്യം? എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കുർബാന കൂടുതൽ കൂടാവുന്നു. ഇതാണ് വിഷയം. കാര്യം ഇവർ പോണ രാജ്യത്ത് കുർബാനയില്ല. അപ്പം അവർ പറയണത്, ഞാൻ ഒരു ദിവസം കൂടുതലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്താ നേട്ടം? എനിക്ക് ഒരു കുർബാന കൂടുതൽ കൂടാം. അപ്പം ഇവർ തമ്മിലുള്ളൊരു ബന്ധവും റിലേഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സങ്കടം വരുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുറയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൻ്റെ പറയുന്നിട്ട് ഇവർ സെൽഫി എടുക്കും ഇങ്ങനെ. അതാ വിഷയം. നമ്മൾ കൂട്ടുകാരുമായിട്ടല്ലേ സെൽഫി എടുക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ലെവലാണ് ഈ ലെവല്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ ആധുനികമായ സംവിധാനങ്ങളോട് ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവരുടെ ആ റിലേഷനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്ക് സങ്കടം വിഷം വരുമ്പോൾ ഈ പണ്ടെടുത്ത സെൽഫി എടുത്ത് നോക്കും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മളിങ്ങനെ റിലേഷനിലാണെന്ന് മനസ്സിലാകും. അതാണ് വിഷയം. ദൈവമായിട്ട് റിലേഷനിലായാൽ മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. കാര്യത്തിൽ നമ്മൾ സ്നേഹിക്കുന്നയാളുമായിട്ട് ടേംസ് ആകാൻ എപ്പോഴും നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പം ഈ വിശുദ്ധിയുടെ മാനദണ്ഡം എന്നുള്ള ദൈവസ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിശുദ്ധിയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിശുദ്ധിയെ ഫോക്കസ് ചെയ്താൽ നമ്മുടെ കൂദാശകളും കാറ്റക്കിസും ഒക്കെ ചില സമയത്തെങ്കിലും ടെക്നിക്കലായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക ജ്ഞാനമാണെന്ന് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാങ്കേതിക ജ്ഞാനത്തേക്കാളുപരി ആത്മബന്ധത്തിൻ്റെ ഒരു സ്വകാര്യ ജ്ഞാനം, സ്നേഹജ്ഞാനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെയാണ് വിശുദ്ധി വർദ്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? കർത്താവിൻ്റെ ആത്മബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. ആത്മബന്ധം ഈശോയുമായിട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധി ഉണ്ടാകും. കാര്യം വിശുദ്ധി എന്ന് പറയണത്, ഹോളിനെസ് എന്നൊക്കെ പറയണത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റായിട്ട്, ഉൽപ്പന്നമായിട്ട് വരണതാണ് ഈ വിശുദ്ധി എന്ന് പറയണത്. അപ്പം ദൈവസ്നേഹമാണ് വിഷയം. അപ്പം ദൈവസ്നേഹത്തിനുള്ള ഗുണം, ദൈവസ്നേഹത്തിൻ്റെ കറക്റ്റ് അനുഭവത്തിലേക്ക്, ഉടമ്പടിയുടെ ശരിക്കും പക്കാ നിയോഗം എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാകണം. ഇന്നല്ലെങ്കിൽ നാളെ ആകണം മക്കളെ. ചിലപ്പോൾ ആദ്യകാലങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വറുത്ത മണ്ണിൽ നിൽക്കുന്ന ആളാണ്. അവർ പ്രഥമമായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്താണ്? ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്, അല്ലേ? ചൂടുവെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അത് ഉടമ്പടി ഫസ്റ്റ് എയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഒരു 10-60% ആൾക്കാർ. എൻ്റെ പേര് ജീന, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ 2019 മാർച്ച് 27 ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ വന്നത് എൻ്റെ മോനെ ജർമ്മനിയിലെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു, നല്ല യൂണിവേഴ്സിറ്റിയൊക്കെ കിട്ടി, നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ മോൾക്ക് പ്ലേസ്മെൻറ്റിൽ ബാങ്കിൽ ജോലിയും കിട്ടിയായിരുന്നു. ഇതിനിടയിൽ മെയിനായിട്ട് ഞാനൊരു ഉടമ്പടിയിൽ വെച്ചിരുന്ന എൻ്റെ ഹസ്ബൻഡിന് ബൈ ബർത്തിൽ തന്നെ ഹാർട്ടിലൊരു ഹോളുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാമെന്നുണ്ടെങ്കിലും ചെക്കപ്പിനൊന്നും അങ്ങനെ പോയിരുന്നില്ല. പിന്നെ ഒരു 22 വർഷം മുമ്പ് ഒരു ചെക്കപ്പ് ചെയ്തപ്പോൾ അത് 9 mm ആയെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ് ഒരു ഇഞ്ചക്ഷനൊക്കെ. അപ്പോൾ ഡോക്ടറെ കാണിക്കാതെ ഇങ്ങനെ കൊണ്ട് നടന്നു. അതിനുശേഷം ഞങ്ങൾ ദുബായിലും ആയിരുന്നു. അപ്പോൾ തിരിച്ച് ആൾ കൊറോണയുടെ സമയത്ത് എല്ലാം 2020 റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. ഒന്ന് മോൾക്കും ജോലിയെല്ലാം ഒന്ന് സെറ്റായ സമയത്ത് ആൾക്കൊരു ദിവസം ഭയങ്കര വയറുവേദന വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിൽ സ്റ്റോണ് ആയിരുന്നു. കിഡ്നിയിലൊരു 4 mm സ്റ്റോണുണ്ട്. പിന്നെ യൂറിനറി ബ്ലാഡ് ട്യൂബിലേക്ക് ഒരു 2.5 mm ഒരു സ്റ്റോൺ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോൾ തന്നെ സർജറി ചെയ്യണം, എല്ലാതും ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ സർജറിക്ക് റെഡിയായി, എനിമ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ആൾക്ക് സർജറി വീണ്ടും പേടിയായി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ സർജറി വേണ്ട, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ള കാരണം അതിൻ്റെ ECGയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ECG ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ആൾക്ക് 56 വയസ്സായി. അപ്പോൾ ഇത്രയും കാലമായിട്ട് ചെയ്യാത്തതിന് ഡോക്ടർ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ എറണാകുളത്ത് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു ആദ്യം സ്റ്റോണിൻ്റെ ഇഷ്യൂസൊക്കെ തീരട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുത്തി കുറച്ച് ടാബ്ലറ്റ്സൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ 20 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ആളും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായി. അങ്ങനെ 20ാമത്തെ ദിവസം അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ സ്റ്റോണൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്തായിട്ട് കിടക്കണേന്ന് പറഞ്ഞു.
അപ്പോൾ ആ കാര്യം ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായി. അപ്പോൾ ശരിക്കും മനസ്സിലായി ഇത് ഹാർട്ടിൻ്റെ ഹോള് അടയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിൽ ഒരിക്കലും പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോണിൻ്റെ ഇഷ്യൂ ആയിട്ട് വന്നേ എന്ന്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും സങ്കടമായിരുന്നു ഇങ്ങനെ ഒന്നിച്ചെല്ലാം കൂടി വന്നപ്പോൾ. അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട്, സ്റ്റോണ് ഇതൊക്കെ വെറും പോയിക്കോളും, സർജറി ഒന്നും വേണ്ട അങ്ങനെ. പക്ഷെ പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോൾ കാറ്റ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹാർട്ടിൽ ഹോള് മാത്രമല്ല, ഒരു പൾമണറി വെയിൻ പൊസിഷൻ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഓർഡറാക്കി വെക്കണം. അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് ആൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ ചെയ്യില്ല, ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളും ഒരു ഉപവാസം എടുക്കലും 21 ദിവസം നല്ല പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഈ സ്കാൻ റിപ്പോർട്ട് വെല്ലൂരും അപ്പോളോ ഹോസ്പിറ്റലൊക്കെ അയച്ചു. എല്ലാവരും പറഞ്ഞു ഓപ്പൺ ഹാർട്ട് തന്നെ വേണം. അപ്പോൾ അതാണെങ്കിൽ ഹസ്ബൻഡ് ചെയ്യില്ല എന്നും. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഉപവാസമൊക്കെ എടുത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ആളുടെ അളിയൻ്റെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറുണ്ട്. അപ്പോൾ ആൾക്ക് സ്കാൻ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ആളെ കാണണമെന്ന് പറഞ്ഞു. പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആൾക്ക് ഒരു MICS, അതായത് മിനിമൽ സർജറി, സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു കുറച്ച് സ്റ്റിച്ച് മാത്രം എടുത്തിട്ട് ഒരു കീ ഹോള് പോലെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നീട് അതിൻ്റെ ടൈം എടുത്തിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് കൊറോണയുടെ സാഹചര്യത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആളുടെ പെങ്ങളുടെ മോൻ്റെ കല്യാണം ഉണ്ടായി. ആ ടൈമിൽ ആ കല്യാണം അറ്റൻഡ് ചെയ്ത ഓരോ ഫാമിലിക്കും കൊറോണ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന ആളുടെ പെങ്ങളുടെ വീട്ടിലും 2 വീട്ടിലും മാത്രം ഈ ഒരു കൊറോണ ആർക്കും വരാതെ സംരക്ഷിച്ച് അങ്ങനെ ഒരു സർജറി വളരെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ആൾക്കൊരു പെയിൻ പോലും ഇല്ലാതെ അങ്ങനെ നടന്ന് 5ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. പിന്നെ 2 ദിവസം കുറച്ച് 15 ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പെങ്ങളുടെ വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം മുതൽ തന്നെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ ഇതിലും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കതൊരു എക്സ്പെൻസ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ഒരു ഇൻഷുറൻസിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ഹോസ്പിറ്റലൊക്കെ കാണിച്ച് കൊണ്ടുവന്ന് വന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അത് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലാണ് അത് ചെയ്തതും. അപ്പോൾ അങ്ങനെ ഇപ്പം എക്കോ ടെസ്റ്റ് ചെയ്തത് പക്ഷെ ഞങ്ങൾ 2-3 ആഴ്ച മുമ്പാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആൾ ഓക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മമ്മിക്ക് ഒരു അലർജിയുടെ അസുഖമുണ്ട്. അപ്പോൾ എപ്പോഴും ചെറിയ കാറ്റും തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഡിസംബർ മാസമായ തുടങ്ങും ടാബ്ലറ്റ് കഴിക്കേണ്ട വർഷങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദർ കാലിഫോർണിയയിലുണ്ട്. അപ്പോൾ അവിടെ 3 പ്രാവശ്യം പോയപ്പോഴും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം മുതൽ തുടങ്ങും ഇങ്ങനെ ചൊറിച്ചിലും ദേഹത്ത് പൊട്ടലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആൾക്ക് പോവാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ ആയപ്പോൾ അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇതൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ മമ്മിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് 4ാമത്തെ തവണ പോണേ എൻ്റെ തലേദിവസം ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു രാത്രി വന്ന്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മമ്മിക്ക്. മമ്മി പിറ്റേ ദിവസം പോയി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പോൾ മുതൽ മമ്മിക്ക് ഉണ്ടായിട്ടേ ഇല്ല പിന്നെ രോഗം. ഇപ്പം അത് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ പോയി വന്നു 6 മാസം നിൽക്കാൻ പറ്റുള്ളൂ. വന്ന് 2ാമത് പോയി അപ്പോഴും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇതുകൂടെ പറയണം. മമ്മി ഇപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ ചാരിറ്റി എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പത്രം കൊടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ജാമ്യം എന്നൊരു കേസായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഹിയറിങ് കഴിഞ്ഞപ്പോൾ അതൊരു 6 lakhs ആയിരുന്നു. അപ്പം നമ്മൾക്ക് അങ്ങനെ വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായി. പക്ഷേ ഞാനും കുറേ വിഷമിച്ചു. നമ്മൾ വെറുതെ കുറേ പൈസ പോകണോ എന്നുള്ള സങ്കടം ഉണ്ടായി. അപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് നന്നായിട്ട്. അതിനുശേഷം രണ്ടാമത്തെ ഹിയറിങ് ആയപ്പോൾ ഞങ്ങളിപ്പോൾ ആളെ അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ വക്കീൽ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ വാദി ആൾക്കാരായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ? കാരണം അവർ വന്നിട്ട് കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞു. അവിടെ അവർ തന്നെ വന്നിട്ട് ചെയ്ത കാരണം നമ്മൾക്ക് യാതൊരു നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തീർത്ത് തന്നു.